ഈ രണ്ട് ചെക്കന്മാർ വീടിനടുത്തുള്ള ഗ്രൗണ്ടിലെ മരത്തിൽ നിന്ന് കാക്കമുട്ട എടുത്ത് കുടിക്കാറുണ്ട്. കോഴിമുട്ട വാങ്ങാൻ പണമില്ലാത്തതിനാൽ കാക്കമുട്ട കുടിക്കുന്നത് ശരീരത്തിന് നല്ലതാണെന്ന് അമ്മൂമ്മയാണ് അവർക്ക് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് ആളുകൾ അവരെ കാക്കമുട്ട എന്നാണ് വിളിക്കുന്നത്. ഒരു ബിസിനസ്സുകാരൻ ആ ഗ്രൗണ്ട് വാങ്ങുകയും അവിടെ ഒരു പിസ്സ ഷോപ്പ് തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതിനായി അവിടെ ഉണ്ടായിരുന്ന മരം മുറിച്ച് മാറ്റിയത് പയ്യന്മാരെ സങ്കടത്തിലാക്കുന്നു. കുടുംബത്തിലെ ദാരിദ്ര്യം കാരണം അവർക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവർ റെയിൽവേ ട്രാക്കിൽ അരികിൽ നിന്ന് കൽക്കരി പെറുക്കി വിറ്റാണ് ജീവിച്ചിരുന്നത്. പിസ്സ ഷോപ്പിന് ഉദ്ഘാടനത്തിന് ഒരു നടൻ വരികയും അയാൾ പിസ്സ കഴിക്കുന്നത് പയ്യന്മാർ ടിവിയിൽ കാണുകയും ചെയ്തു. ടിവിയിലെ പരസ്യം കണ്ടതോടുകൂടി അവർക്ക് പിസ്സ കഴിക്കാൻ ആഗ്രഹം തോന്നുന്നു. എന്നാൽ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പിസ്സ ചോദിച്ച കുട്ടികളുടെ അമ്മ അവരോട് ദേഷ്യപ്പെടുന്നു. അമ്മ വഴക്കു പറഞ്ഞ സങ്കടത്തിൽ പുറത്തിറങ്ങിയ കുട്ടികൾ വഴി തെറ്റി നിൽക്കുന്ന ഒരു പിസ്സ ഡെലിവറി ബോയിയോട് പിസ്സ കാണിച്ചു തന്നാൽ വഴി പറഞ്ഞു തരാമെന്ന് പറയുന്നു. അയാൾ പിസ്സ കാണിച്ചു കൊടുക്കുന്നു. പിസ്സയുടെ വില 300 രൂപയാണെന്നറിഞ്ഞ കുട്ടികൾ ആ തുകയുണ്ടാക്കാൻ പല ജോലികളും ചെയ്യുന്നു. ഒടുവിൽ കഠിനാധ്വാനത്തിലൂടെ അവർ ആ പണം സമ്പാദിക്കുന്നു. അവരുടെ പഴയ വസ്ത്രം കണ്ട് സെക്യൂരിറ്റി അകത്തേക്ക് വിടില്ലെന്ന് ഭയന്നവർ പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നു. എന്നിട്ടും ഷോപ്പ് മാനേജർ അവരെ തടയുകയും അവരിൽ ഒരാളെ അടിക്കുകയും ചെയ്യുന്നു. കുട്ടികളെ അടിക്കുന്ന ദൃശ്യങ്ങൾ ആരോ മൊബൈൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. ഇത് TV ചാനലുകളും മറ്റും വലിയ വാർത്തയാവുകയും പിസ്സ ഷോപ്പിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്യുന്നു. കടയുടെ ഇമേജ് നഷ്ടപ്പെടുമെന്ന് ഭയന്ന ഉടമ കുട്ടികളെ തേടിയെത്തി അവരെ ബഹുമാനത്തോടെ ഷോപ്പിലേക്ക് ക്ഷണിക്കുന്നു. അവർക്ക് സൗജന്യമായി പിസ്സയും നൽകുന്നു. എന്നാൽ പിസ്സ കഴിച്ച ശേഷം അവർക്ക് ആ സാധനം തീരെ ഇഷ്ടപ്പെടുന്നില്ല. അമ്മൂമ്മ ഉണ്ടാക്കുന്ന ദോശയാണ് ഇതിൽ രുചിയെന്നത് പിള്ളേർ പറയുന്നു.